Hi friends, my name is Yasser. Welcome to Yasser the Master. നമ്മൾ സൽമാനെ കൊണ്ട് 2 മാസം കൊണ്ട് ഞാൻ ബോഡി ചാലഞ്ച് ചെയ്യിപ്പിച്ചു പറഞ്ഞിരുന്നു, വീഡിയോ ഞാൻ ചെയ്തിരുന്നു. അപ്പോൾ പല സാങ്കേതിക പ്രശ്നം കൊണ്ട് നമ്മളെ എക്സസൈസും കാര്യങ്ങളൊക്കെ സ്റ്റോപ്പ് ചെയ്ത് ഞാൻ നാട്ടിൽ പോയി 2 മാസം. എൻ്റെ അമ്മ മരണപ്പെട്ടു, വൈഫിൻ്റെ ഉപ്പ മരണപ്പെട്ടൊക്കെ ഒരുപാട് നമുക്ക് തടസ്സങ്ങളുണ്ടായിരുന്നു. അപ്പോൾ തടസ്സങ്ങൾക്ക് നീട്ടി ഞാൻ വീണ്ടും വന്ന് പറഞ്ഞിരുന്നു സൽമാൻ വന്നിട്ടുണ്ട്, അപ്പോൾ ചലഞ്ച് ഞാൻ വീണ്ടും ഏറ്റെടുത്തിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ അതിന് സൽമാൻ്റെ 4ാമത്തെ പ്രോഗ്രാമാണ് നമ്മളിന്ന് വർക്കൗട്ട് ചെയ്യുന്നത്. ബൈസോൺ റൈസ് നമ്മൾ അടിക്കാൻ വേണ്ടി പോണത്. അപ്പം ആ കളി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ലേറ്റ് ആയതിന് എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു. കാരണം നിങ്ങൾക്കറിയാലോ അവസ്ഥകളൊക്കെ, ഇതാണ് പ്രശ്നം. കാരണം നമുക്കാരെങ്കിലും നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ ആ നഷ്ടപ്പെട്ട ആളുകൾക്ക് അതിൻ്റെ വേദന അറിയുള്ളൂ. എല്ലാത്തവനക്ക് എന്താവില്ല, ഒരു വേദന അറിയില്ല. ഉപ്പ എന്താണ്, ഉമ്മ എന്താണ്, കൂട്ടുകുടുംബങ്ങൾ എന്താണെന്ന് അറിയുന്നവനക്ക് അതിൻ്റെ വില അറിയുള്ളൂ. എല്ലാത്തവരും വന്നിട്ട് നമ്മളെ കമൻറ്റ് ഒന്നും കണ്ട് വേണ്ടാത്ത ഒരുപാട് തെറ്റും പറയും. പക്ഷെ അതല്ല ലൈഫ് എന്ന് പറഞ്ഞത്. ലൈഫ് എന്ന് പറഞ്ഞ് കൂട്ടുകുടുംബം ജീവിക്കുമ്പോൾ അത് ലൈഫാവുള്ളൂ. അപ്പം അങ്ങനത്തെ ഒരുപാട് പ്രശ്നമുള്ളത് കൊണ്ടാണ് നമ്മൾ ഡിലേ ആയി പോയത്. അപ്പോൾ സൽമാൻ്റെ 4ാമത്തെ പ്രോഗ്രാം നമ്മൾ തുടങ്ങാൻ വേണ്ടി പോവാണ്. അപ്പം ബൈസോൺ റൈസാണ് തുടങ്ങാൻ വേണ്ടി പോകുന്നത്. അപ്പം ഇൻഷാ അല്ലാഹ് വർക്കൗട്ടൊക്കെ നമുക്ക് തുടങ്ങാം. ലെറ്റ്സ് ഗോ. Good. Aywa. Full down. Yes. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വർക്കൗട്ട് ബൈസോൺ റൈസും ഇന്നത്തെ പ്രോഗ്രാം. അതിലെ ഫസ്റ്റ് എക്സസൈസ് നമ്മൾ അടിക്കാൻ പോകുന്നത് പ്രീച്ചർ കേളാണ്, ബാർബൽ. അപ്പോൾ സ്ട്രൈറ്റ് ബാർ നമ്മൾ അടിക്കുന്നത്. അപ്പോൾ കളി ശ്രദ്ധിക്കുക, 4 സെറ്റ് അടിക്കുക. 15 നമ്പർ, 12 നമ്പർ, 10 നമ്പർ, 8 നമ്പർ. ഓക്കെ, ലെറ്റ്സ് ഗോ. Come on. Down. Easy. Slowly. 1, 2. Soy arena, oh so bright. Baila conmigo toda la night. നമ്മൾ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, കളിക്കുന്ന മുന്നേ, അതായത് വർക്കൗട്ട് ചെയ്യുന്ന മുന്നേ ഒരു 45 മിനിറ്റിൽ എന്താക്കണം, നമ്മൾ ഫുഡ് കഴിക്കണം. കാർബും പ്രോട്ടീനും കഴിക്കണം. എന്നാൽ നമ്മൾ കളിക്കാൻ വന്ന സമയത്ത് നമുക്ക് എന്താവുള്ളൂ, പവർ കിട്ടുള്ളൂ. അല്ലാതെ ഭക്ഷണം കഴിക്കാതെ നമ്മൾ ഒരിക്കലും എന്താക്കരുത്, വർക്കൗട്ട് ചെയ്യരുത്. നമ്പർ 1. നമ്പർ 2, നമ്മൾ കളിക്കുന്ന സമയത്ത് നമ്മൾ വെള്ളം കുടിക്കണം. വെള്ളം കുടിക്കാതെ ഒരിക്കലും എന്താവരുത്, നമ്മൾ വർക്കൗട്ട് ചെയ്യരുത്. നമ്പർ 2, നമ്മൾ കളിച്ച് ഒരു സെറ്റ് അടിച്ച സമയത്ത് നമ്മൾ എന്താക്കണം, ഒരു 30 സെക്കൻഡോ 45 സെക്കൻഡോ എന്താക്കണം റെസ്റ്റ് എടുക്കണം. പെട്ടെന്ന് നമ്മൾ അടിക്കരുത്. പെട്ടെന്ന് നമ്മൾ അടിക്കുന്ന സമയത്ത് നമ്മൾ ബ്രീത്തിന് പ്രശ്നം വരും, ഓക്സിജൻ്റെ പ്രശ്നം വരും. അപ്പം ബോഡിക്ക് കളിക്കാനുള്ള എഫക്റ്റ് ഉണ്ടാവില്ല, കളിക്കാനുള്ള പവർ ഉണ്ടാവില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. വാരി വലിച്ചുണ്ടാക്കി നമ്മൾ കളിക്കാൻ നിൽക്കരുത്. എപ്പോഴും സമയം എടുത്തിട്ട് നമ്മൾ എന്താക്കുക, വർക്കൗട്ട് ചെയ്യാം. അപ്പോൾ നമ്മളെ മസിൽസിന് എഫക്റ്റ് ചെയ്യുള്ളൂ, നമുക്ക് കളിക്കാനും പറ്റുള്ളൂ. അല്ലാത്ത പക്ഷം എന്തായപ്പോൾ നമ്മൾ ടയർഡായി പോകും. അപ്പോൾ നമ്മൾ എന്താക്കുക, അതാണ് കറക്റ്റ് നമ്മൾ ചിന്തിക്കേണ്ടത്. കളിക്കുന്ന സമയത്ത് എപ്പോഴും നമ്മൾ എന്താക്കണം, റെസ്റ്റ് എടുക്കുക. ചില ആളുകളുടെ ജിമ്മിൽ പോകുന്ന സമയത്ത് പെട്ടെന്ന് കളിക്കുക, പെട്ടെന്ന് പോവാം. അത് ജിമ്മിന് എന്തില്ല, വർക്കൗട്ടിനൊന്നുമില്ല, ആ പ്ലാനില്ല. നിങ്ങൾക്ക് തിരക്കുണ്ടോ, നിങ്ങൾ പോയിക്കോളി. നിങ്ങളെല്ലാ പണികളും നിങ്ങളെല്ലാ കളിയും കഴിഞ്ഞ് നിങ്ങൾ പോയി വർക്കൗട്ട് ചെയ്യാൻ. വർക്കൗട്ടിന് വരുമ്പം അതിന് ക്ഷമ നിർബന്ധമാണ്. റിലാക്സ് വേണം, മൈൻഡ് ആദ്യം റിലാക്സ് വേണം. അല്ല നമുക്ക് അവിടെ പോകണം ഇവിടെ പോകണം ഇത് ആവുന്നില്ല. വർക്കൗട്ട് എൻജോയ് ചെയ്യുക, അതാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ മസിൽസിന് കയറുള്ളൂ, മെന്റൽ എന്താവുള്ളൂ, നമ്മൾ റിലാക്സ് ആവുള്ളൂ. അത് നമ്മൾ എന്തായാലും ശ്രദ്ധിക്കണം, മറക്കരുത്. ഓക്കെ, ഇത് 3ാമത്തെ സെറ്റാണ് നമ്മൾ അടിക്കുന്നത്. അപ്പോൾ ചില ആളുകളുണ്ട്, നമ്മൾ അടിക്കുന്ന വെയിറ്റ് എന്താക്കുക, നമ്മൾ അടിക്കുക. അത് റോങ് ആണ്. നമ്മൾ 4 സെറ്റ് അടിക്കുകയാണെങ്കിൽ ആ 4 സെറ്റ് നമ്മൾ വെയിറ്റ് കൂട്ടി കൊടുക്കുക. അപ്പോൾ വെയിറ്റ് കൂട്ടി കൊടുക്കുന്ന ക്രമത്തിൽ എന്താക്കണം, നമ്മൾ ഫസ്റ്റ് മുതൽ എന്താക്കണം, അടിച്ചു കൊടുക്കണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ ഒരേ വെയിറ്റ് നമ്മൾ അടിക്കാൻ നിൽക്കരുത്. നമുക്ക് മസിലിന് എഫക്ട് ചെയ്യണമെങ്കിൽ, നമ്മളെ മസിൽ ഗെയിൻ ചെയ്യണമെങ്കിൽ, മസിൽ ബിൽഡപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ ഹെവി അടിച്ചേ പറ്റൂ. നമുക്ക് കഴിയുന്ന ഹെവി നമ്മൾ അടിച്ചേ പറ്റൂ. അപ്പോൾ എന്താവുള്ളൂ, നമ്മളെ മസിൽ എഫക്ട് ചെയ്യുള്ളൂ. അത് നമ്മൾ ആവശ്യമില്ല. ഒരേ വെയിറ്റ് അടിക്കാൻ നിൽക്കരുത്. ഇതിപ്പോൾ 3ാമത്തെ സെറ്റാണ്. ഏത് വർക്കൗട്ട് ആയാലും, ചെസ്റ്റ് ബാക്ക് ഏത് വർക്കൗട്ട് ആയാലും നമുക്ക് പറ്റുന്നത്ര നമ്മൾ വെയിറ്റ് ഗെയിൻ അടിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ മസിൽസിന് എഫക്ട് ചെയ്യുള്ളൂ. അതനുസരിച്ച് നമ്മൾ ഭക്ഷണം കഴിക്കണം, നമ്മൾ പ്രോട്ടീനും കഴിക്കണം, നമ്മൾ കാർബും കഴിക്കണം. എന്നാലും നമ്മുടെ ബോഡിക്ക് എന്താവുള്ളൂ, എഫക്ട് ചെയ്യുള്ളൂ. അല്ല വെറുതെ വർക്കൗട്ട് ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല. നമ്മൾ ടയർഡ് ആവുള്ളൂ, നമ്മുടെ മസിൽ എന്താവും, ബ്രേക്കാവും. അതിന് അവസരം കൊടുക്കരുത്. അപ്പോൾ ഭക്ഷണം നല്ലോണം നമ്മൾ കഴിക്കണം. നമുക്ക് പറ്റിയ കലോറി എത്രയാണോ അത് നോക്കുക, പ്രോട്ടീൻ കഴിക്കുക. അതുപോലെ ഷുഗർ ഒക്കെ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്താലും നമ്മൾ മസിൽ ഗെയിൻ ആവുള്ളൂ. അല്ലാതെ വെറുതെ പോയി വർക്കൗട്ട് ചെയ്തുകൊണ്ട് ഒരു എഫക്റ്റ് ഉണ്ടാവില്ല തീർച്ചയായിട്ടും. അപ്പോൾ അത് നമ്മൾ എന്താക്കണം, ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ ഈ കളിക്കുന്ന സമയത്ത് നമ്മൾ ഏത് വിഷയമാണോ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത്
ആ വിഷയം സംബന്ധിച്ച് നിങ്ങൾക്ക് കമന്റ് ഇടാം. അത് നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും നമുക്കൊരു പ്രശ്നമില്ല. അല്ല, വേണ്ടാത്ത രീതിയിൽ നമ്മൾ കമന്റുകൾ ഇടുമ്പോഴാണ് എന്താവുന്നത്, നമുക്ക് അത് ദേഷ്യം പിടിക്കുന്നതും നമുക്കത് ഇഷ്ടപ്പെടുന്നതൊക്കെ. അപ്പൊ അത് കഴിയുന്നു നിങ്ങൾ ശ്രദ്ധിക്കുക. വേണ്ടാത്ത ആളുകൾ എന്താക്കരുത്, ഈ വീഡിയോക്ക് വലിച്ചു വെക്കരുത്. നിങ്ങൾ എന്നെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തും പറയാം, ഒരു കുഴപ്പമില്ല, എന്തും പറയാം. അതിലെന്താക്കരുത്, മതം വലിച്ചു വെക്കാനോ വീട്ടിലിരിക്കുന്ന ആളുകൾ വലിച്ചു വെക്കാനോ മറ്റുള്ള ആളുകൾ വലിച്ചു വെക്കാൻ എന്താക്കരുത് നിങ്ങൾ ചെയ്യരുത്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് പിന്നെ എന്റെ സ്വഭാവം ഞാൻ മാറ്റേണ്ടി വരും. ഞാനും പിന്നെ അതിനനുസരിച്ച് എന്താവേണ്ടി വരും, മാറേണ്ടി വരും. ചിലപ്പോൾ ഞാൻ മാറിപ്പോകും. അപ്പൊ എന്തൊക്കെ കഴിയുന്നു എന്താക്കുക, എപ്പോഴും കമന്റ് ഒരു കുഴപ്പമില്ല. അത് നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും കുഴപ്പമില്ല, ഞാനത് അംഗീകരിക്കും, നോ പ്രോബ്ലം. പക്ഷെ മറ്റുള്ള കമന്റുകൾ എന്താക്കരുത്, കഴിയുന്നതും ഒഴിവാക്കുക. ആ കമന്റ് എടുക്കുന്ന ആളുകളോടാണ് ഈ വീഡിയോ കാണുമ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ. ഓക്കെ, ലെറ്റ്സ് ഗോ. നമ്മൾ ഫസ്റ്റ് എക്സസൈസ് കഴിഞ്ഞു, ബൈസെപ്സ് പ്രീച്ചർ അടിച്ചു കഴിഞ്ഞു. രണ്ടാമത് നമ്മൾ ബാർബിളുകൾ അടിക്കാൻ വേണ്ടി പോവാണ്. അതുപോലെ തന്നെ 4 സെറ്റ് അടിക്കുക, 15, 12, 10, 8. നമ്മൾ അടിക്കുന്ന സമയത്ത് പല ആളുകളും സ്പീഡ് അടിക്കുന്നുണ്ട്. ഒരിക്കലും അടിക്കരുത്. നമ്മൾ സമയം എടുത്ത് നമ്മൾ അടിക്കാൻ കഴിയുക, എത്ര അടിക്കാൻ കഴിയുക അത്ര അടിക്കുക. ഇത് ലെവലിൽ ചില ആൾ പൊന്തിക്കും, ചില ബാക്കിൽ വെക്കും. അതൊക്കെ റോങ് ആണ്. വർക്കൗട്ട് ചെയ്യുമ്പോൾ ആ ടെക്നിക്ക് കറക്റ്റ് മനസ്സിലാക്കി നോക്കി അടിക്കുക. അപ്പോൾ നമ്മളെ മസിൽ എന്താവുള്ളൂ, എഫക്ട് ചെയ്യുള്ളൂ. അപ്പൊ സൈമൺ എന്ന് കാണിച്ചു നിങ്ങൾക്ക്. ലെറ്റ്സ് ഗോ. 1, 2, 3. 1, 2, come on. 3, 4. സ്റ്റോപ്പ്. ഓക്കെ, ഫുൾ ഡൗൺ. യെസ്, കണ്ടല്ലോ. ഇതുപോലെ വർക്കൗട്ട് ചെയ്യുക. നമ്മൾ ഒരിക്കലും നമ്മൾ ബോഡി മൂവ് ചെയ്യരുത്, അതുപോലെ തന്നെ ബൈസ് മൂവ് ചെയ്യരുത്. നമ്മളെ ബൈസിനെ എഫക്ട് ചെയ്യില്ല, ഫോറംസിന് കിട്ടുള്ളൂ. ബൈസിന് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ പൊസിഷനിൽ നമ്മൾ എന്താക്കണം, അടിക്കണം. ഓക്കെ, അപ്പൊ നമ്മളെ ബൈസെപ്സിന്റെ മൂന്നാമത്തെ പ്രോഗ്രാം ഡംബിൾ കേളാണ്. അത് നമ്മൾ 3 സെറ്റ് അടിക്കുന്നത്. കാരണം നമ്മുടെ ഫസ്റ്റ് 2 എക്സസൈസ് നമ്മൾ 4 സെറ്റ് അടിച്ചു. ഇനി മൂന്നാമത്തെ വർക്കൗട്ട് നമ്മൾ 3 സെറ്റ് അടിക്കുന്നത്, 15, 12, 10. അപ്പൊ സൽമാൻ കളിക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ നമുക്ക് പ്രോഗ്രാം കാണാം. ലെറ്റ്സ് ഗോ. 7, come on. 8, 9, come on. 10. നമ്മളെ ലാസ്റ്റ് പ്രോഗ്രാമാണ് ബൈസെപ്സ്. അപ്പോൾ ക്യാബിളുകൾ നമ്മൾ അടിക്കാൻ വേണ്ടി പോണത്. നമ്മൾ ബാർബിൾ നമ്മൾ ഓപ്പണാണ് അടിച്ചത്, ഇത് ക്ലോസ് ആണ് അടിക്കുന്നത്. നമ്മുടെ ലാസ്റ്റ് വർക്കൗട്ടാണ്. അപ്പൊ നമ്മുടെ ബൈസെപ്സിന്റെ ഇൻസൈഡ് കിട്ടാനാണ് നമ്മൾ കളിക്കുന്നത്. ലാസ്റ്റ് വർക്കൗട്ടാണ്. 3 സെറ്റ് അടിക്കുക, 15, 12, 10. ഓക്കെ, അപ്പൊ അടിക്കുന്ന പൊസിഷൻ നോക്കുക. ലെറ്റ്സ് ഗോ. ഹൗ മെനി നമ്പർ? കം ഓൺ. 5, 6, 7, 8, 9, 10. Come on. 1, 2, 3, 4. സ്റ്റോപ്പ്. ഓക്കെ, നമ്മളെ ബൈസെപ്സ് കഴിഞ്ഞു. 4 എക്സസൈസ്. അതുപോലെ തന്നെ ഫസ്റ്റ് എക്സസൈസ് ആണ്. അപ്പൊ 4 സെറ്റ് അടിക്കുക, 15, 12, 10, 8. ഓക്കെ, ലെറ്റ്സ് ഗോ സൽമാൻ. അതുപോലെ നമ്മൾ ക്ലോസ് പിടിക്കുക. ഇത് 2 പൊസിഷൻ ഉണ്ട്, ഓപ്പൺ ഉണ്ട്, ക്ലോസ് ഉണ്ട്. അപ്പൊ നമ്മൾ ക്ലോസ് പിടിക്കുക. ഓക്കെ, സ്ട്രൈറ്റ് വെക്കുക, അടിക്കുക. ലെറ്റ്സ് ഗോ. ഇവിടെ 1, ഫുൾ അപ്പ്, ഫുൾ അപ്പ്. 2, 3, 4, 5. 6, 7, 8, 9, 10. 1, 2, 3, 4, 5. ട്രൈസെപ്സ് നമ്മുടെ രണ്ടാമത്തെ പ്രോഗ്രാമാണ്. ട്രൈസെപ്സ് പുഷ് ഡൗൺ. അതും 4 സെറ്റ് അടിക്കുക, 15, 12, 10. മറക്കരുത്. അതിന് ടെക്നിക്കും എങ്ങനെയാണെന്ന് ശ്രമം കാണിച്ചു തരും. ഓക്കെ, ലെറ്റ്സ് ഗോ. കമോൺ ഗായ്, ഈസി, ലൈറ്റ് വെയിറ്റ്. കമോൺ, കൊടുക്ക. ഓക്കെ, കമോൺ. 1, 2, കമോൺ. 3, 4. നമ്മൾ അടിക്കുന്ന സമയത്ത് ഈ ഷോൾഡർ മുകളിൽ ഇതാക്കുന്നത് വെയിറ്റ് കൊടുക്കരുത്. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇത് വെയിറ്റ് കൊടുക്കരുത്. നമ്മൾ എപ്പോൾ നമ്മൾ ബൈസും ട്രൈസും ഇതാക്കുക, പവർ കൊടുക്കുക, എന്നാൽ ആ ലെവൽ അടിക്കുക. ഇവിടെ ലോക്ക് ചെയ്യുമ്പോൾ അവിടെ പവർ കിട്ടുള്ളൂ, എഫക്ട് ചെയ്യുള്ളൂ, ട്രൈസ് കിട്ടൂല. കണ്ടില്ലേ? യെസ്, ലെറ്റ്സ് ഗോ. എത്രയായി? കമോ, സ്റ്റോപ്പ്. ഓക്കെ, ട്രൈസെപ്സ് പ്രോഗ്രാം നമ്മൾ മൂന്നാമത്തെ എക്സസൈസ് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. നമ്മൾ 3 സെറ്റ് അടിക്കുക. ഫസ്റ്റ് എക്സസൈസ് നമ്മൾ 4 സെറ്റ് അടിച്ചു കഴിഞ്ഞു. ഇത് മൂന്നാമത്തെ വർക്കൗട്ടാണ്. അപ്പം 3 സെറ്റ് അടിക്കുക, 15, 12, 10. സീറ്റഡ് ട്രൈസെപ്സ് എക്സ്റ്റൻഷൻ നമ്മൾ അടിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ അതങ്ങനെ ടെക്നിക്ക് എന്തെങ്കിലും നമുക്ക് നോക്കാം. ലെറ്റ്സ് ഗോ. ഇതാ കൊടുക്കുക, സ്ട്രൈറ്റ് ഒന്ന്. ലെറ്റ്സ് ഗോ. യെസ്, 1, 2,
3, 4. 5, 6, 7, 8, 9, 10. 1, 2, 3, 4, 5. സൽമാന്റെ പ്രോഗ്രാം ബൈസൺ റൈസ് ലാസ്റ്റ് എക്സസൈസ് ആണ് ട്രൈസെപ്സ് 4ാമത്തെ പ്രോഗ്രാം. ഇപ്പോൾ ബെഞ്ച് ടിപ്സ് അടിക്കാൻ വേണ്ടി പോണത് 3 സെറ്റ് അടിക്കുക 15, 12, 10. അപ്പൊ അതെങ്ങനെയാണ് വർക്കൗട്ട് നമുക്ക് കാണാം. സൽമാൻ ഓക്കെ അല്ലേ? ലെറ്റ്സ് ഗോ. Come on. 1 full down. Yes. 2, 3, 4. Chest up. 5. Sola arena, oh so bright. Baila conmigo. അപ്പോൾ നമ്മൾ ഇന്നത്തെ പ്രോഗ്രാം ബൈസൺ റൈസും കഴിഞ്ഞു. അപ്പോൾ ബൈസൺ റൈസ് നമ്മൾ അടിക്കുന്ന സമയത്ത് വർക്കൗട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്താക്കണം, ഫോറംസ് അടിച്ചു കൊടുക്കുക. കാരണം നമ്മുടെ ബൈസൺ റൈസ് അടിക്കുമ്പോൾ നമ്മുടെ ഫോറംസ് ഓട്ടോമാറ്റിക്കലി പമ്പാവും. അപ്പോൾ ഒന്നുകൂടി എന്താക്കാം, നമുക്ക് ഫോറംസിന് വർക്കൗട്ട് ചെയ്യാം. അപ്പോൾ കാരണം എന്താ വെച്ചാൽ നമ്മളെ ബോഡി പാർട്സ് മൊത്തം സൈസ് വന്ന് ഫോറംസ് സൈസ് ഇല്ലെങ്കിലും കാണാൻ ബോഡിക്ക് ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ഫോറംസ് ഉണ്ടാകുമ്പോൾ നമ്മളെ ശരീരം കാണാൻ വൃത്തി ഉണ്ടാവുള്ളൂ. കാരണം നമ്മൾ പകുതി മുക്കാൽ ആളുകളും ടീഷർട്ടും ഷർട്ടും ഉപയോഗിക്കുന്ന ആളുകളാണ്. അപ്പോൾ ആ ബോഡി മൊത്തം നമ്മൾ കവറാണ്. പക്ഷെ ഫോറംസ് മാത്രം എന്താവുള്ളൂ ആളുകൾ കാണുള്ളൂ. അപ്പോൾ അത് കാണുമ്പോൾ ആളുകൾ വിചാരിക്കും, അത് കാണുന്ന അട്രാക്ഷൻ സമയത്ത് അത്യാവശ്യം നമ്മളൊരു ബോഡി ഉള്ള ആളാണെന്ന് അവർക്ക് എന്താക്കുക, അത് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ സ്കിപ്പ് ആവാതെ എന്താവണം, ഫോറംസ് നമ്മൾ അടിക്കണം. അതൊരിക്കലും മറക്കരുത്. ഫോറംസ് അടിക്കുന്ന സമയത്ത് എന്താണെന്ന് അറിയാം, നല്ല ഭംഗിയുണ്ട് നമ്മുടെ കൈ കാണാൻ. അപ്പോൾ അതൊരിക്കലും മറക്കരുത്. ബൈസൺ റൈസ് അടിച്ചു കഴിഞ്ഞാൽ എന്താക്കുക, ഫോറംസ് അടിക്കുക. ഓക്കെ. ചില ആളുകൾ പറയുന്നുണ്ട് കലോറി മാത്രം നോക്കിയാൽ ബോഡി സൈസ് എന്നുള്ളത്. കലോറി മാത്രം നോക്കിയിട്ട് കാര്യമില്ല. കലോറി നമ്മളിപ്പോൾ ഒരു കലോറി പറയുകയാണെങ്കിൽ ഇപ്പോൾ 2 സ്പൂണ് മറ്റേ പീനട്ട് ബട്ടറോ അല്ലെങ്കിൽ അണ്ടിപ്പരിപ്പ് തിന്ന് കഴിഞ്ഞാൽ 500 മാത്രം കലോറി ആയി. പക്ഷെ ആ കലോറി എല്ലാം നമ്മൾ കമ്പയർ ചെയ്യേണ്ടത് ന്യൂട്രീഷൻസ് നോക്കണം. അതിൽ എല്ലാം നമുക്ക് അടങ്ങിയിട്ടുണ്ടോ എന്ന് നോക്കണം. ഫാറ്റിൻ്റെ ആവശ്യമുണ്ട്, പ്രോട്ടീൻ്റെ ആവശ്യമുണ്ട്, ഷുഗറിൻ്റെ ആവശ്യമുണ്ട്. എല്ലാം അടങ്ങിയാലേ നമ്മുടെ മസിലിന് കിട്ടുള്ളൂ. അപ്പോൾ അതാണ് നമ്മൾ എന്താകേണ്ടത്, ചെയ്യേണ്ടത്. ചില മൊയ്തന്മാരൊന്നും പറയുന്നുണ്ട് കലോറി ഇത്ര 2000 കിട്ടും പ്ലസ് 3000 കലോറി കിട്ടും. പക്ഷെ ആ കലോറി മാത്രം കഴിച്ചുകൊണ്ട് നമ്മൾ മസിൽ ഗെയിൻ ആവണമെന്നില്ല. കലോറി അല്ല, ന്യൂട്രീഷൻസ് നോക്കണം നമ്മൾ. അപ്പോൾ നമ്മളെ ബോഡിക്ക് എന്നുള്ള മസിലിനുള്ള കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കാം. നമ്മൾ ബോഡി ബിൽഡിങ് ചെയ്യുന്ന ആളാണ്, അല്ലെങ്കിൽ ഒരു മസിൽ ഗെയിൻ ചെയ്യുന്ന ആളാണ്, അല്ലെങ്കിൽ ഒരു ഫിറ്റ്നസ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ നമുക്കനുസരിച്ച്, അതായത് ആ കലോറിയിൽ അനുസരിച്ച് ഫാറ്റ്, പ്രോട്ടീൻ എല്ലാം അടങ്ങിയാൽ നമ്മുടെ മസിൽ ഗെയിൻ ആവുള്ളൂ. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഓക്കെ. അപ്പോൾ ഇന്നത്തെ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇനിയും ഒരുപാട് വീഡിയോ കാണാൻ നമ്മുടെ ചാനൽ എന്താക്കുക, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ലെറ്റ്സ് ഗോ.